Hello guys, welcome back to my channel. Whole day channel video so guys പുതിയൊരു വീഡിയോ എടുത്തിരിക്കുന്നത് എന്താ സംബന്ധിച്ച് നമുക്കറിയാം നമ്മൾ പലരും ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതാണ്. സോ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഒരു മോണിറ്റർ യൂസ് ചെയ്യാന്നുള്ളത്. മാത്രമല്ല ഈ മോണിറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ആവശ്യമില്ല. സോ അത് അടച്ചു വെച്ചാലോ എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാവും. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് ലാപ്ടോപ്പിന്റെ കൂടെ ഒരു എക്സ്റ്റേണൽ മോണിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതുപോലത്തെ ഒരു മോണിറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാപ്ടോപ്പ് എങ്ങനെ അടച്ചു വെക്കാം. സാധാരണ നമ്മൾ ലാപ്ടോപ്പ് അടച്ചു വെച്ചാൽ അത് സ്ലീപ്പിലേക്ക് പോകും. അത് ഞാൻ ഓൾറെഡി വീഡിയോ കാണിക്കുന്നുണ്ട്. സ്ലീപ്പിലേക്കാണ് പോകുന്നത്. സോ ഇനി മുതൽ നമ്മൾ ലാപ്ടോപ്പ് അടയ്ക്കുമ്പോൾ നേരെ നമുക്ക് ലാപ്ടോപ്പ് ഒരു സ്ഥലത്തേക്ക് അടച്ചു മാറ്റി വെക്കാം. പകരം നമുക്ക് മോണിറ്ററിൽ അതായത് ഒരു PC സെറ്റപ്പ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം കൂടി വീഡിയോ എത്തിക്കുക. അപ്പൊ ഒന്ന് നോക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ് നമുക്കിവിടെ നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ട്, നമ്മുടെ എക്സ്റ്റേണൽ മോണിറ്റർ ഉണ്ട്. സോ മോണിറ്ററും ലാപ്ടോപ്പും നമ്മളിപ്പോൾ ഓൺ ചെയ്തിട്ടാക്കണം, എക്സ്റ്റെൻഡ് ചെയ്തിട്ടാക്കണം ജസ്റ്റ്. സോ നമുക്ക് ഫസ്റ്റ് നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ജസ്റ്റ് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങളെ. ജസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തു, കേട്ടോ. ക്ലോസ് ചെയ്തപ്പോൾ ലാപ്ടോപ്പ് നേരെ സ്ലീപ്പ് മോഡിലേക്ക് പോയി, നമ്മുടെ സ്ക്രീനും ഓഫായി, കണ്ടല്ലോ. സോ ഇതാണ് നമ്മൾ നോർമലി ക്ലോസ് ചെയ്യുമ്പോൾ മിക്ക ലാപ്ടോപ്പിനും കിടക്കുന്നത്, ഡിഫാൾട്ട് ആയിട്ട് കിടക്കുന്നതാണ്. സോ നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, സ്ലീപ്പ് മോഡിലാണ് കിടക്കുന്നത്. സോ നമ്മൾ ലാപ്ടോപ്പ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാണ്. നേരെ നമ്മുടെ പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷനിലേക്ക് എത്തി. യെസ്, നമ്മളിപ്പോൾ ലാപ്ടോപ്പ് പാസ്വേഡ് ഒക്കെ അടിച്ച് പിന്നെ തിരിച്ച് ഹോം പേജിലേക്ക് എത്തി. സോ നമുക്ക് നേരെ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അടിയിലായിട്ട് ഒരു ബാറ്ററിയുടെ ഒരു എംബ്ലം കാണാൻ പറ്റും. ബാറ്ററിയുടെ എംബ്ലം കണ്ട ഏറ്റവും അടിയിലായിട്ട് ഒരു ബാറ്ററി ഞാനിപ്പോൾ പ്ലഗ് ഇൻ ചെയ്തിട്ടൊക്കെയാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 80% ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ബാറ്ററിയുടെ എംബ്ലം ഇവിടെ കണ്ടില്ലെങ്കിൽ നേരെ ഈ ഒരു ആരോ ഉണ്ട്, ഈ ഒരു ആരോയുടെ അകത്ത് കിടപ്പുണ്ടാവും. സോ നിങ്ങൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാറ്ററിയുടെ ആ ലോഗോയുടെ അവിടെ മൗസ് പോയിന്റർ കൊണ്ടുപോയിട്ട് നേരെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ പവർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ജസ്റ്റ് ആ പവർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ പവർ ഓപ്ഷൻസിന്റെ നമ്മുടെ ടാബ് ഓപ്പൺ ആയി. ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. യെസ്, നമ്മുടെ പവർ ഓപ്ഷൻസിന്റെ ആ ഒരു ടാബ് ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ കുറേ ഓപ്ഷൻസ് കാണാം. നേരെ അതൊന്നും നോക്കേണ്ട, നമ്മുടെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ചൂസ് വാട്ട് ക്ലോസിംഗ് ദ ലിഡ് എന്ന് കാണാൻ പറ്റും. സോ നേരെ ചൂസ് വാട്ട് ക്ലോസിംഗ് ദ ലിഡ് ക്ലിക്ക് ചെയ്യുക. സോ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ പിന്നെയും കുറച്ച് ഡിഫൈൻ പവർ ബട്ടൺസ് ആൻഡ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. സോ നേരെ അടിയിൽ നമുക്ക് പിന്നെയും പോകുമ്പോൾ കാണാം ഓൺ ബാറ്ററി പ്ലഗ്ഡ് ഇൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സോ അതിന്റെ അടിയിൽ 3 ഓപ്ഷൻസ് നിങ്ങൾ കാണാൻ പറ്റും. വെൻ ഐ പ്രസ് ദ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ബാറ്ററിയിലായിരിക്കും എന്ത് ചെയ്യണം, പ്ലഗ് ഇനിലായിരിക്കും എന്ത് ചെയ്യണം, സ്ലീപ്പ് ആവണോ, വെൻ ഐ പ്രസ് ദ സ്ലീപ്പ് ബട്ടൺ എന്ത് ചെയ്യണം, അതാണ് ചോദിച്ചേക്കണം. അതുപോലെ തന്നെ വെൻ ഐ ക്ലോസ് ദ ലിഡ്, അതായത് നമ്മുടെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ അല്ലെങ്കിൽ മോണിറ്റർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നൊരു ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഡിഫാൾട്ട് ആയിട്ട് എല്ലാ ലാപ്ടോപ്പിലും കിടക്കുന്ന സ്ലീപ്പാണ്. ലാപ്ടോപ്പിൽ സാധാരണ സ്ലീപ്പാണ് ആവാത്. സോ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ മേളിൽ കാണാൻ പറ്റും ഡു നത്തിങ് എന്ന് കാണാൻ പറ്റും. സോ ബാറ്ററിയിലും ഡു നത്തിങ് ഇടുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്ലീപ്പ് കാണാൻ പറ്റും, അതിലും ഡു നത്തിങ് ഇടുക. സോ ഇപ്പൊ ബാറ്ററിയിൽ മാത്രം ഇട്ടുള്ള നിങ്ങൾ ബാറ്ററി അതായത് പവർ നമ്മുടെ ചാർജർ കുത്താത്ത സമയത്ത് നിങ്ങളിപ്പോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിലെ ആ ഒരു അപ്പുറത്തെ സ്ക്രീനിൽ മാത്രം വരും, ഇപ്പോഴത്തെ സ്ക്രീൻ ഓഫ് ആവും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡു നത്തിങ് രണ്ടിലും ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലഗ് ഇൻ ചെയ്തിരിക്കുമ്പോൾ ഈ ട്രിക്ക് വർക്ക് ആവില്ല. സോ നമ്മളിപ്പോൾ രണ്ടിലും ഡു നത്തിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഫീച്ചേഴ്സ് ഒന്നും ചെയ്യണ്ട, കാരണം പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് സ്ലീപ്പിലേക്ക് പോകും. സോ സ്ലീപ്പിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഷട്ട് ഡൗൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ടേൺ ഓഫ് ഡിസ്പ്ലേ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ ഇപ്പൊ ഇതിന് സ്ലീപ്പ് തന്നെയാണ് നടക്കുന്നത്. ഡിഫാൾട്ട് ആയിട്ട് നമ്മളൊന്നും മാറ്റുന്നില്ല, നമ്മൾ ഇത് മാത്രം മാറ്റുന്നുള്ളൂ. വെൻ ഐ ക്ലോസ് ദ ലിഡ് ഡു നത്തിങ് ആണ് രണ്ടും കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് സേവ് ചേഞ്ചസ് അടിയിലേക്ക് കൊടുക്കുക. കണ്ട ഇപ്പൊ സേവ് ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മുടെ ടാബ് ക്ലോസ് ചെയ്യുക. നേരെ നമ്മൾ ആ ഒരു ഹോം പേജിലെത്തി. നമുക്കിനി ലാപ്ടോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. സോ ലാപ്ടോപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്തു സ്ക്രീനിലേക്ക്. ഓക്കെ, കണ്ടോ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തു. നമ്മുടെ മോണിറ്റർ സ്റ്റിൽ വർക്കിംഗ് ആണ്. നമുക്കിനി ഈ ഒരു മോണിറ്റർ ലാപ്ടോപ്പ് എവിടെയെങ്കിലും സൈഡിലേക്ക് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇത്
വർക്ക് ചെയ്യിപ്പിക്കാം. അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം, ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. എക്സ്റ്റേണൽ മോണിറ്ററിൽ നോക്കിയൊരു ഇവിടെ ഒരു മൗസും കീബോർഡും എന്നിട്ട് വെച്ചാൽ മതി, ഇതുപോലെ എക്സ്റ്റേണൽ ആയിട്ട്. സോ അടിയിൽ അകത്തുനിന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നമ്മുടെ ഇപ്പോൾ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ഫുള്ളി കംപ്ലീറ്റ്ലി ഓഫ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പവർ സേവിങ്ങും ചെറുതായിട്ടൊരു ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ ലാപ്ടോപ്പിന്റെ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു കീബോർഡാണ് കണക്ട് ചെയ്തേക്കണം. പകരം ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ഇപ്പോൾ ഓഫാണ്. സോ അത്രയും ഒരു പവർ സേവിങ് നമുക്ക് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തപ്പോൾ നേരെ പിന്നെ നമ്മുടെ സ്ക്രീൻ നേരെ ഓണായി വന്നിട്ടുണ്ട്. സോ സംഭവം കൊള്ളാം, നല്ലൊരു ട്രിക്കാണ്, വളരെ യൂസ്ഫുൾ ആയിട്ട് ട്രിക്കാണ്. കുറെ ആൾക്കാർക്ക് നന്നായിട്ട് യൂസ് വരുന്ന ഒരു ട്രിക്കാണ് ഈ ട്രിക്ക്. നിങ്ങൾക്ക് അറിയില്ലാത്തൊരു ഒത്തിരി പേരുണ്ട് ഈ ഒരു ട്രിക്ക്, ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ടെന്ന്. സോ വളരെ സിമ്പിൾ ആയിട്ട് ഹിഡൻ ആയിട്ട് ഇരിക്കുന്ന ഒരു ട്രിക്കായിരുന്നു നമ്മുടെ ബാറ്ററി ഓപ്ഷൻസിൽ. പലരും ബാറ്ററി ഓപ്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പ്ലാനുകളൊക്കെ ആയിരിക്കും നോക്കിയിട്ടുള്ള പവർ സേവിങ് പ്ലാൻസും കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു ഫീച്ചേഴ്സ് ഞാൻ പോലും പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല കുറച്ചാൾ മുമ്പ്. പിന്നെയാണ് ശ്രദ്ധിച്ചത്. പിന്നെ ഞാൻ ടൈം കിട്ടുമ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സോ എന്തായാലും അടിപൊളി ഫീച്ചറാണ്. നമുക്കിനി ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ അകത്ത് ഒരു നമ്മുടെ സ്ക്രീൻ ഓഫായി. അപ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു പവർ സേവിങ് ആയി. നെക്സ്റ്റ് നമ്മുടെ മോണിറ്റർ മാത്രമായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. സംഭവം സിമ്പിൾ, കണ്ട ഈ ഒരു സംഭവം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്കിത് വല്ലപ്പോഴൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് തിരിച്ചു ഇങ്ങനെ ആക്കുക. അതായത് ഡു നത്തിങ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. നിങ്ങളിപ്പോൾ പഴയ പോലെയാണ് സ്ലീപ്പാന്ന് വിചാരിച്ച് നേരെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ലാപ്ടോപ്പ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലാപ്ടോപ്പ് സ്റ്റിൽ റണ്ണിങ് ആയിരിക്കും. സോ നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കുക. നേരെ തിരിച്ചു പോവുക, പവർ ഓപ്ഷൻസ് എടുക്കുക, ചൂസ് വാട്ട് ഇത് അടിക്കുക, നേരെ അവിടെ സ്ലീപ്പ് തന്നെ ആക്കി വെക്കുക. നമ്മളിപ്പോൾ സ്ലീപ്പ് തന്നെ ആക്കി വെക്കുകയാണ്. എന്നിട്ട് സേവ് ചേഞ്ചസും കൊടുക്കുക. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ട്രിപ്പ്. ലാപ്ടോപ്പിന്റെ സ്ക്രീൻ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റി. 10 സെക്കൻഡ് പോലും എടുത്തില്ല ഈ ഒരു ട്രിക്ക് നമുക്ക് ചെയ്യാൻ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. മാക്സിമം കൂടിയായിരിക്കും അവിടെ വീഡിയോ ഒക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലാപ്ടോപ്പ് യൂസേഴ്സ് ആണെങ്കിൽ ലാപ്ടോപ്പ് യൂസേഴ്സ് ഒരു എക്സ്റ്റേണൽ മോണിറ്റർ യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് എക്സ്റ്റേണൽ മോണിറ്റർ മാത്രമായിട്ട് നമുക്ക്, അതായത് ലാപ്ടോപ്പ് ജസ്റ്റ് ഒരു CPU പോലെ നമ്മുടെ ഡെസ്ക്ടോപ്പ് PC പോലെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് സ്ക്രീനൊക്കെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വർക്ക് നമ്മുടെ വലിയ എക്സ്റ്റേണൽ മോണിറ്ററിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയത്. എന്തായാലും ഈ ഒരു ടിപ്പ് വളരെ ഹെൽപ്ഫുൾ ആണ്, എനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയ ടിപ്പാണ്. കൂടാതെ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യണവർക്ക് കുഴപ്പമുണ്ടാവില്ല. 2 സ്ക്രീനിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ എത്ര നല്ലതാണ്. അല്ലാത്തവർക്ക് കുറെ ഉപകാരമുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു ഫീച്ചർ. നമുക്ക് ഇങ്ങനെ അടച്ചു വെച്ച് ഉപയോഗിക്കണം. കാരണം എപ്പോഴും ലാപ്ടോപ്പ് ഒരു സൈഡിൽ ഓപ്പൺ ആയിരിക്കുന്നു, ഇത് ഓപ്പൺ ആയിരിക്കുന്നു. അപ്പോൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് സൈഡിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ നോക്കിയിരിക്കായിരുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ പോയിരിക്കുന്നത്. അപ്പൊ ഒരു കീബോർഡും മൗസും എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് സെയിം ഒരു ഡെസ്ക്ടോപ്പ് ഫീലൊക്കെ കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ടിപ്പ്. സോ നിങ്ങൾക്ക് ഇത് അറിയുമെങ്കിൽ ഓൾറെഡി ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അറിയില്ലാത്ത ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫ്രണ്ട്സിലേക്കൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യാം. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നു. മാക്സിമം വീഡിയോ എത്തിക്കുക. അപ്പൊ നമ്മൾ ഇതിലും അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും.